ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ രാഹുൽ ഈശ്വർ എപ്പോഴും ബോച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ചാനൽ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹണി റോസ് ഒരു പോസ്റ്റ് ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഹണി റോസ് പറയുന്നത് രാഹുൽ ഈശ്വറിന് മുമ്പിൽ വരാതെ നോക്കാമെന്നാണ്. ഹണി റോസ് പറയുന്നു, ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സംഭവങ്ങളിലൊക്കെ എന്ത് ചർച്ചകൾ നടന്നാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിൽ ഒരു മെയിൻ സംഭവം തന്നെയാണ്. അദ്ദേഹം നല്ല സജീവമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും അദ്ദേഹം ഭാഷാജ്ഞാനവും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൊണ്ടൊക്കെ നല്ല രീതിയിലൊരു ഇടിച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട്, ആ ഒരു ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഇതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്ത് ചർച്ച നടന്നാലും അതിനെ സാധൂകരിക്കുന്ന, അതിനെ എതിർക്കുന്ന രീതിയിലൊക്കെ അയാൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് രാഹുൽ ഈശ്വർക്ക് കഴിയുമെന്നാണ് ഹണി റോസ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലാണെങ്കിലും രാഹുൽ ഈശ്വർ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഹണി റോസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യം തൊട്ടേ ഈ ഒരു നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ വലിയ സ്ത്രീത്വത്തെ അപമാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വൾഗറായിട്ട് കാര്യങ്ങൾ പറയരുത്, റെസ്പെക്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പക്ക സപ്പോർട്ട് ബോച്ചയ്ക്ക് തന്നെയാണെന്ന് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ഇന്ന് രാഹുൽ ഈശ്വറിനെതിരെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. രാഹുൽ ഈശ്വർ ഒരിക്കലും ഒരു പൂജാരി ആകാതെ ഇരുന്നത് നന്നായി എന്നാണ് ഹണി റോസ് പറയുന്നത്. കാരണം വാക്കുകൾക്ക് നിയന്ത്രണമുള്ള ഇദ്ദേഹത്തിന് ഒരു സ്ത്രീ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്നൊരു ഡ്രസ് കോഡ് ധരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് നിയന്ത്രണങ്ങളില്ല എന്നുള്ളതാണ് ഹണി റോസ് എന്താ പറയുക രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം ഒരു പൂജാരി ആവുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ഒരു ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല ചില ഡ്രസ് കോഡുകൾ എന്നാണല്ലോ അദ്ദേഹം ഈ ബോച്ചയ്ക്ക് സപ്പോർട്ടായിട്ട് പറയണത്. എന്താണെങ്കിലും ഇതാണ് ഹണി റോസ് ഏകദേശ രൂപം രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ആദ്യം മുതൽ രാഹുൽ ഈശ്വർ ബോച്ചയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതൊരു ശരിയായ നിലപാടല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഹണി റോസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അപ്പോൾ അവർ ഉദ്ഘാടന വേദികളിൽ പോയി ബോച്ചയ്ക്കൊപ്പം പങ്കെടുത്ത് അപ്പോഴെന്താണ് പറയാത്തത്, അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഡയലോഗ് അന്നേരം എന്തുകൊണ്ട് എതിർത്തില്ല എന്നൊക്കെ പല കമൻറ്റുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് അവർ മറുപടി പറയുന്നുണ്ട്. അവർക്ക് ഇയാൾക്ക് ഒരു മാന്യതയില്ലാതെ അയാൾ പെരുമാറി എന്ന് വിചാരിച്ചിട്ട്, അയാൾ ഒരു വൾഗറായിട്ട് സംസാരിച്ച് എന്ന് വിചാരിച്ച് മറ്റേ ആളും അതേ രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് കഴിയുമോ? അപ്പോഴവരതിന് പറയുന്നത് ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു, ആ ഫംഗ്ഷൻ കുളമാക്കാനായിട്ട് അവരുടെ മനസ്സ്, അവരുടെ ഒരു സംസ്കാരം അനുവദിച്ചില്ല. ഇതാണ് അതിന് ഹണി റോസ് പറയുന്ന മറുപടി എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ വിഷയം കൂടുതൽ വഷളായിട്ട് വരികയാണ്. ബോച്ചയെ ആകെ പിടി മുറുക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ഈ കാര്യങ്ങൾ നിന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ.